നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 158ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈ വിമൻ ലൈക്ക് ബ്യൂട്ടി, എന്തുകൊണ്ടാണ് സ്ത്രീകൾ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നത്. ആ സൗന്ദര്യം നമ്മളിവിടെ ഉദ്ദേശിക്കുമ്പം അത് മറ്റ് എല്ലാ തരത്തിലുള്ള സൗന്ദര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരിലുള്ള സൗന്ദര്യം മാത്രമല്ല, സ്വന്തം മക്കളുള്ള സൗന്ദര്യം, അവരവരുടെ സൗന്ദര്യം, അങ്ങനെ എല്ലാം ഉൾപ്പെടെയുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഈ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഈ ശാരീരിക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം തുടങ്ങാനുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ശാരീരിക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു പുരുഷനോട് താല്പര്യം തോന്നാനുള്ള ആദ്യത്തെ കാര്യമാണ് ശാരീരിക സൗന്ദര്യം. പിന്നെ ശിവപുരാണത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ ഈയാമ്പാറ്റെ പോലെയാണെന്നാണ്. കാരണം ഈ സൗന്ദര്യമുള്ള പുരുഷന്മാർ എന്ന് പറഞ്ഞ ഒരു അഗ്നിയാണെന്ന് പറയുന്നത്. അഗ്നി, അതിൽ വീഴുന്ന ഈയാമ്പാറ്റായിരിക്കും ഈ സ്ത്രീകളെന്ന് പറയുന്നത്. ആ സൗന്ദര്യം കൊണ്ട് അവർ ആ പുരുഷന്മാരിൽ ആകർഷിക്കപ്പെടും. ആ പുരുഷന്മാരോ യഥാർത്ഥത്തിൽ മനസ്സിൽ വളരെ ക്രൂരന്മാരായിട്ടുള്ളതും ദുഷ്ടഹൃദയമുള്ള ആളുകളുമായിരിക്കും. അവർ എല്ലാത്തരം കുതന്ത്രങ്ങളും അവർക്ക് വശമാണ്. എങ്ങനെയും സ്ത്രീകളെ അവർ വശീകരിക്കാനുള്ള ഒരു സൗന്ദര്യം, ആ സൗന്ദര്യം അവർ അങ്ങനെ അതിനാണ് ഉപയോഗിക്കുന്നത്. പൊതുവെ പറയാറുണ്ട്, സൗന്ദര്യം വെളിയിലാണെങ്കിൽ അകത്ത് കുഴപ്പമാണെന്നാണ് പറയുന്നത്. അതായത് മനസ്സിന് സൗന്ദര്യം ഇല്ലാത്തവർക്കാണ് കൂടുതലും പുറമേയുള്ള സൗന്ദര്യം എന്നാണ് പറയുന്നത്. രണ്ടും മാന്യമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല, മാന്യമായിട്ടുള്ള സൗന്ദര്യവും പിന്നെ പുറമേ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ഉള്ളിലും അതേപോലെ തന്നെ മാന്യമായിട്ടുള്ള ഒരു പിന്നെ സൗന്ദര്യമായിരിക്കും മനസ്സിൽ. അപ്പോൾ പുറമേ സൗന്ദര്യം കൂടുതലുള്ള പുരുഷന്മാരെയും അതേപോലെ സ്ത്രീകളെയും രണ്ടുപേരും പിന്നെ പുറമേ സൗന്ദര്യം കൂടുതലാണെങ്കിൽ മനസ്സിൽ അവർക്ക് കുതന്ത്രങ്ങളും എല്ലാം കാണുമെന്നാണ് പറയുന്നത്. ഇനി പിന്നെ ശിവപുരാണത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരുടെ പുറകെ അങ്ങനെ അങ്ങ് പോവുക. കാരണം എന്ന് വെച്ചാൽ ആ സൗന്ദര്യമുള്ള പുരുഷന്മാരെ എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും. അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ള ഒരു ധാരണയാണ് അവർക്കുള്ളത്. അവർക്കതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഓം നമഃശിവായ എന്ന് നമുക്ക് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദിവസം നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും സമയം, ഒരു അരമണിക്കൂറോ അത് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ധ്യാനത്തിൽ മുഴുകിയാൽ ഈ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ പുരുഷന്മാർ നമ്മളോട് ഒരിക്കലും അവർക്ക് ആ ഒരു തിന്മ കാണിക്കാൻ പറ്റാതെ വരുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ശിവപുരാണത്തിലൊക്കെ പറയുന്നത്. അതാണ് ഓം നമഃശിവായ എന്ന മന്ത്രത്തിൻ്റെ ശക്തിയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ ശാരീരിക സൗന്ദര്യമുള്ള പുരുഷന്മാരിൽ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടും. പ്രത്യേകിച്ചും ചെറുപ്പക്കാരികൾ, സ്ത്രീകളിൽ തന്നെ പ്രത്യേകിച്ചും ചെറുപ്പക്കാരികൾ ശാരീരിക സൗന്ദര്യമുള്ള പുരുഷന്മാരിൽ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടും. ഈ സിനിമ, സീരിയൽ രംഗം, ഹോട്ടൽ ബിസിനസ്, അല്ലാതെയുള്ള റിസോർട്ടുകൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ, എല്ലായിടത്തും സൗന്ദര്യമുള്ള പുരുഷന്മാരെ കണ്ടാലും സ്ത്രീകൾ അവിടെ കൂടുതൽ സമയം ചിലവഴിക്കുകയും അവരുടെ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് അവരുടെ മനസ്സ് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ പുരുഷനെ ആകർഷിക്കാൻ സ്ത്രീകളെ ആകർഷിക്കാൻ പുരുഷന്മാരും വ്യവസായങ്ങൾ അത്യാവശ്യമാണല്ലോ. നമ്മൾ കണ്ടിട്ടില്ല, ഹോട്ടലിലായാലും എവിടെയായാലും പിന്നെ സ്ത്രീകൾ, ഒരു കച്ചവട സ്ഥാപനത്തിലായാലും സ്ത്രീകൾ ആണ് അതിൻ്റെ പിന്നെ സെയിൽ ഗേൾസോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ കൂടുതൽ ബിസിനസ് നടക്കുമെന്നാണ് അവരുടെ എൻ്റെ ഉടമസ്ഥൻ്റെ ഒരു വിശ്വാസം. അത് ശരിയാണ് താനും. പിന്നെ പ്രധാനമായിട്ടും സുന്ദരനായ പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ ആകർഷിക്കപ്പെടും. അതിന് മറ്റൊന്നും അവർ ആലോചിക്കത്തില്ല. ആ പറയുന്ന കപട വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചിട്ട് അപകടങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. നമ്മൾ മിക്കവാറും പേപ്പറിലൊക്കെ കാണുന്നൊരു കാര്യം അത്. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും വിചാരിക്കുന്നത് ഈ സുന്ദരന്മാരായ പുരുഷന്മാർ നല്ലവരായിരിക്കും എന്നൊരു ധാരണയുണ്ട് പൊതുവേ സ്ത്രീകൾക്ക്. കാണാൻ നല്ല സുന്ദരനാ, നല്ല സ്വഭാവമായിരിക്കുന്നു. പക്ഷേ നേരെ മറിച്ചാണ്, കാണാൻ വലിയ സൗന്ദര്യം ഉണ്ടെങ്കിൽ അവരുടെ മനസ്സ് വളരെ കുഴപ്പം പിടിച്ച മനസ്സായിരിക്കും. അതായത് ഒരു ചതിയന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും എന്നാണ് പറയുക, സൗന്ദര്യം കൂടുതലുള്ളവർ. പിന്നെ മനഃശാസ്ത്രം അനുസരിച്ച് ഈ സൗന്ദര്യത്തിന് പ്രത്യേകമുള്ളൊരു കഴിവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ താൻ നല്ലവരാണെന്ന് വിശ്വസിപ്പിക്കാൻ കഴിയും. ഈ സൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് പിന്നെ ഞാൻ സൗന്ദര്യമുള്ളതുകൊണ്ട് ഞാൻ നല്ലവനാണ് എന്ന് ഒരു വിശ്വാസം മറ്റുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന പിന്നെ
ചെറുപ്പക്കാരികളാണെങ്കിലും അല്ലെങ്കിൽ വയസ്സായ ആരായാലും അവരെ വിശ്വസിപ്പിക്കാൻ കഴിയും. സൗന്ദര്യത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഒരു സ്ത്രീ തൻ്റെ അവസാന ശ്വാസം വരെ ചതിയനായ ഒരു പുരുഷനെ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ നമഃശിവായ എന്നുള്ള മന്ത്രത്തിന് പിന്നെ ജാതി മത വ്യത്യാസമില്ലാതെ ചെല്ലാവുന്നതാണെന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. കാരണം ഈ പുരുഷന്മാരുടെ ആയിട്ടുള്ള ചതിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ടാണ് ഈ ഓം നമഃശിവായ മന്ത്രം ഞാൻ പറഞ്ഞത്. സ്ത്രീകൾക്കാണ് അത് ഏറ്റവും അത്യാവശ്യം. കാരണം ഏറ്റവും വലിയ അപകടത്തിൽപ്പെടുന്ന സ്ത്രീകളാണല്ലോ. പുരുഷന്മാർക്ക് അത്ര വലിയ പ്രശ്നമില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം, സൗന്ദര്യം ഈശ്വരൻ്റെ വരദാനമാണെന്നാണ് പിന്നെ എല്ലാ പുരാണങ്ങളും പറയുന്നത്. സുന്ദരന്മാരായ പുരുഷന്മാരെ പിന്നെ ഇതുവരെയും പരിശുദ്ധ ബൈബിളിൽ പോലും സൗന്ദര്യം അത് ആണിനായാലും പെണ്ണിനായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണെന്നാണ് ബൈബിളിൽ പോലും പറയുന്നത്. പിന്നെ കുറച്ച് കൂടുതൽ സൗന്ദര്യം ദൈവം നൽകിയിരിക്കുന്ന സ്ത്രീകൾക്ക് തന്നെ. അതാണല്ലോ നമുക്ക് അറിയാവുന്ന കാര്യം. ഒരു സൗന്ദര്യമുള്ള പുരുഷൻ സൗന്ദര്യമുള്ള സ്ത്രീയും കൂടെ നിന്നാൽ എല്ലാവരും ആ സൗന്ദര്യമുള്ള സ്ത്രീയെ നോക്കത്തുള്ളൂ. എന്നുവെച്ചാൽ അതാണ് എൻ്റെ പ്രത്യേക ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. സൗന്ദര്യം കൂടുതൽ കൊടുത്തിരിക്കുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ്. പിന്നെ ബൈബിളിൽ പറയുന്നത് പുറമേയുള്ള സൗന്ദര്യക്കാർ ഏറ്റവും മോശപ്പെട്ട അഹങ്കാരികളും കുതന്ത്രത്തിൻ്റെ സാരഥികളുമാണെന്നാണ്. മുമ്പ് പറഞ്ഞു തന്നെ ഇത്. അതുകൊണ്ട് സൗന്ദര്യം കൂട്ടാൻ നോക്കുന്നവർ ഈ വാചകം ഓർക്കുന്നത് നല്ലതാണ്. പുറമേയുള്ള സൗന്ദര്യം കൂടുന്തോറും നിങ്ങൾ അകമേ, അതാണായാലും പെണ്ണായാലും, അകമേ നിങ്ങൾ പിന്നെ കുതന്ത്രക്കാരും മോശപ്പെട്ട സ്വഭാവക്കാരുമായിട്ട് മാറുമെന്നാണ് ബൈബിളും പറയുന്നത്. പിന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ ശാരീരിക സൗന്ദര്യത്തെയാണ് കൂടുതൽ ആകർഷണം കണ്ടെത്തുന്നതെന്നാണ്. ഖുർആനും അത് തന്നെ പറയുന്നത്, സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ ശാരീരിക സൗന്ദര്യത്തെയാണ് കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. പിന്നീട് സ്ത്രീകളും പുരുഷന്മാരും മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഈ ശാരീരിക സൗന്ദര്യം അധികം കാണിച്ചാലല്ലേ നമ്മൾ ഈ ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അത് ചെയ്യാതിരുന്നാൽ ആ ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്നാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത്. സൗന്ദര്യം നല്ലതാണ്, പക്ഷേ അത് ആവശ്യത്തിനേ ആകാം. കൂടുതൽ നമ്മൾ സൗന്ദര്യം ഉണ്ടാക്കാനും നോക്കണ്ട. വലിയ കൂടുതൽ സൗന്ദര്യമുള്ളവരെ നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ചെയ്യുന്നതിലും 10 ഇരട്ടി ജോലികൾ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് പിന്നെ ഈ ലോകം മുഴുവൻ നന്നാക്കണമെങ്കിൽ ഒരു 2000 സ്ത്രീകളെ കിട്ടിയാൽ മതി, ഈ ലോകം മുഴുവൻ നന്നാക്കാമെന്നാണ് വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പുരുഷന്മാരെ സൗന്ദര്യം നോക്കാതെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും, അതുപോലെ തിരിച്ചും പുരുഷന്മാർ സ്ത്രീയുടെ സൗന്ദര്യം നോക്കാതെ തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നാണ്. ഇപ്പോഴത്തെ സ്ത്രീ പുരുഷന്മാരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ആകർഷണം അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ അവർ ആ ആകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാം. അതുകൊണ്ട് എപ്പോഴും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും. ഇപ്പോഴത്തെ ലോകം തന്നെ ഒരു കണ്ടില്ല ഒരു പ്രതിസന്ധിയിലാണ്. ഏത് കാര്യത്തിനും കുടുംബ കോടതിയിലായാലും എല്ലാം കുടുംബ ജീവിതം വളരെ തകരാറിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.